നമസ്കാരം, ഞാൻ സുധാ മലമേഘമാണ്. ഞാൻ സാധാരണ കുക്കിംഗ് വീഡിയോസ് ആണല്ലോ ചെയ്യാറുള്ളത്. ഇന്ന് മുതൽ ഞാൻ ഫുഡ് എക്സ്പ്ലോറിംഗിലൂടെ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾക്ക് സ്പെഷ്യൽ ദം ബിരിയാണി കഴിച്ചാലോ? അപ്പൊ ദം പൊട്ടിച്ചപ്പോ തന്നെ നല്ല മണം വരുന്നില്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് നെന്മാറയിലുള്ള മൈഗ്രൈൻസ് എന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പൊ നമ്മുടെ മൈഗ്രൈൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെന്മാറ ടൗണിൽ തന്നെയാണ്. നെന്മാറ ടു തൃശ്ശൂർ പോണ റൂട്ടാണ്. നെന്മാറ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞതും തൃശ്ശൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ കഴിഞ്ഞതും വലതുവശത്ത് തന്നെയാണ് നമ്മുടെ മൈഗ്രൻസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾക്ക് എക്സ്പ്ലോറിംഗ് തുടങ്ങിയാലോ? ഇവിടെ എത്തിയിരിക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ദം ബിരിയാണി കഴിക്കാനായിട്ടാണല്ലോ. അപ്പൊ അതിന്റെ മെയിൻ ഉടമസ്ഥനോട് നമ്മൾക്ക് എല്ലാം ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം. താങ്ക് യു. കഴിക്കാൻ വന്നതിന് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ മൈഗ്രൻസ് റെസ്റ്റോറൻറ്റ് എന്നൊരു സ്ഥാപനം നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ആദ്യം നമ്മൾ ഈ ചെറിയൊരു കഫേ ഒരു ടീമിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് പോകുന്നത്. ഇപ്പോൾ 1 വർഷത്തിന് ശേഷം വീണ്ടും വിപുലീകരിച്ച് എല്ലാ ഫുഡും കിട്ടുന്ന പോലെയുള്ള ഇത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇല്ലാത്തത് ഊണ് മാത്രം ഇല്ലാതെ വെച്ച് വേറെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സംരംഭമായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കാറ്ററിംഗ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കാറ്ററിംഗ് സ്റ്റാർട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബിലോ ഒരു 250 പേരുടെ ഉള്ളിലാണ് ചെയ്തുകൊടുക്കുന്നത്. നമ്മുടെ കിച്ചൻ്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങളവിടെ വർക്ക് വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ കിച്ചൺ, വലിയ കിച്ചൺ എടുത്തിട്ട് പിന്നെ പ്രോപ്പറായിട്ട് അതായത് എല്ലാം നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈവൻറ്റ് മാനേജ്മെൻറ്റ് പോലെ അതുപോലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കൃഷ്ണൻ എന്നൊരു ഷെഫാണ് ഇപ്പോൾ നമുക്ക് ചെയ്യുന്നത്. റെസിപ്പി എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി അവരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചാണ്. ഞങ്ങളൊരു കുറേ 1 മാസത്തോളം ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ട് പുതിയ ഷെഫ്സിന് ട്രെയിനിങ് കൊടുത്ത് അത് നമ്മുടെ ഓൺ റെസിപ്പിയാണ്. ചിക്കനും ചോറും കൂടെ 2ഉം കൂടെ ഇട്ടിട്ട് ദമ്മിട്ടിട്ട് വെക്കുന്നത്. അത് റൗ സ്റ്റേറ്റില്ല, ഒരു നമ്മുടേതായിട്ടൊരു പ്രത്യേക സ്റ്റേറ്റ് വെച്ചതാണ്. ഒരു ദിവസം എത്ര കിലോ ആയിട്ട് ഈ ദം ബിരിയാണി ചെയ്യുന്നത്? നമ്മൾ കാലത്തൊരു 4-5 കിലോ ഇത് 4 മണി 5 മണിയാകുമ്പോൾ അതുപോലെ തിരക്കനുസരിച്ച് ഓരോ ദിവസത്തിൻ്റെ അതനുസരിച്ച് ഒരു 10 കിലോയ്ക്ക് ഉള്ളിൽ നമ്മൾ ദം ബിരിയാണി ചെയ്യുന്നത്. ഏത് സൂപ്പാ? ഇത് ചിക്കൻ ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. അത് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പാണ്. എന്താ പേര്? ഷക്കീർ. ശരി, ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ. അങ്ങനെ 2 പേരും 2 വെറൈറ്റി സൂപ്പുകളാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സൂപ്പ് നല്ല ചൂടോടെ കഴിക്കണം എന്നാണല്ലോ. അതെ, നമ്മൾക്ക് നല്ല വിശപ്പ് കിട്ടാനും അതിനായിട്ടാണ് നമ്മൾ ഈ സൂപ്പുകൾ ഏത് തരം സൂപ്പാണെങ്കിലും കഴിക്കുന്നത്. അച്ഛാ എങ്ങനെയുണ്ട്? ഉണ്ട് അല്ലേ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ വിശപ്പ് കൂടും. അതെ അതെ. അപ്പോൾ
എൻ്റെ ചിക്കൻ സൂപ്പ് കാലിയായിട്ടുണ്ട്. അച്ഛൻ്റെ സൂപ്പ് ഇപ്പം കാലിയാകും കേട്ടോ. ചിക്കൻ പോപ്കോണും ഫ്രൈസും ആണ്. അങ്ങനെ മൈഗ്രൈൻ സ്പെഷ്യൽ ചിക്കൻ പോപ്കോണും ഫ്രൈസും ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ചിക്കൻ പോപ്കോണ് സൂപ്പർ ടേസ്റ്റ്, നല്ല സോഫ്റ്റും ഉണ്ട്, എല്ലാ ഉപ്പും എല്ലാ രുചിയും പാകത്തിനുണ്ട്. ഉണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛാ? ഉണ്ട് അല്ലേ? മലബാർ കിഴി ബിരിയാണി. മലബാർ കിഴി ബിരിയാണി. ഇത് നമ്മുടെ മൈഗ്രൈൻ സ്പെഷ്യൽ ദം ബിരിയാണി. ഇതാണ് നമ്മൾ പറഞ്ഞ ദം ബിരിയാണി. അപ്പൊ നമ്മുടെ കാത്തിരുന്ന മൈഗ്രൈൻ സ്പെഷ്യൽ ദം ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരു പിടി പിടിക്കാം. അങ്ങനെ നമ്മുടെ മൈഗ്രൈൻ സ്പെഷ്യൽ ദം ബിരിയാണി ഇവിടെ പ്ലേറ്റിൽ എത്തിയിരിക്കുകയാണ്. അച്ഛൻ പിടിപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ദം ബിരിയാണിയിലെ ചിക്കനാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാം പാകത്തിനുണ്ട്. അച്ഛാ എങ്ങനെയുണ്ട് അപ്പം മൈഗ്രൈൻസിലെ ദം ബിരിയാണി? ദം ബിരിയാണിയുടെ റൈസ് നന്നായിട്ടുണ്ട് അല്ലേ? പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മസാലക്കൂട്ടൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ടുണ്ട്. ഇഷ്ടമായി? അപ്പോൾ ഇഷ്ടമായി. അത് കലക്കി. അപ്പോൾ ഇത് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും മൈഗ്രൻസിൽ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ദം ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഇത് കഴിക്കേണ്ടതാണ് ദം ബിരിയാണി, മൈഗ്രൈൻ സ്പെഷ്യൽ. അതെ, നമ്മുടെ ദം ബിരിയാണിയുടെ കൂടെ നല്ല കിടിലൻ കട്ടിയുള്ള സലാഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്തൊരു പിടി പിടിക്കാം. പിന്നെ നല്ല അച്ചാറും കൂടെ ഉണ്ട്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ എഗ്ഗ് ഞാൻ എടുത്തോട്ടെ. അപ്പൊ നമ്മുടെ ദം ബിരിയാണി കാലിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മലബാർ കിഴി ബിരിയാണി കാലിയാക്കാം. ആ വാഴയിലി പൊതിഞ്ഞ ആ കിഴി ബിരിയാണി സൂപ്പർ. നമ്മുടെ ആദ്യത്തെ നമ്മുടെ ദം ബിരിയാണിയും ഈ കിഴി ബിരിയാണിയും ഒന്നും വേറെയല്ല, അത്രയ്ക്ക് രുചിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് കഴിച്ച് നോക്കിക്കൊള്ളണം, അത്രയും ടേസ്റ്റാണ്. ആക്ച്വലി നമ്മുടെ ഫലൂഡയാണ്, ടീനേജ് ലോ ഫലൂഡ. ടീനേജ് ലോ ആണ്. അവരും ഇപ്പോഴും ടീനേജേഴ്സ് തന്നെയാണല്ലോ. കഴിക്കാം. ടീനേജ് തന്നെയാണ്. ഇത് നമ്മുടെ ഞങ്ങളിപ്പോൾ ആരും കുറേ തരം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. അതിൽ നമ്മുടെ മൈഗ്രെയിൻസിൻ്റെ സ്പെഷ്യൽ ദം ബിരിയാണി അത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ കിഴി ബിരിയാണി പറഞ്ഞാൽ അത് വേറെ ലെവല്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടും എല്ലാ ഫുഡും സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും കുറേ ഗസ്റ്റുകളൊക്കെ വന്നിട്ട് അതിന് നന്നായിട്ട് വിപുലീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഭക്ഷണത്തിൽ യാതൊരു മായമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും തന്നെ തുറന്ന് പോട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും മൈഗ്രൈൻസിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഉണ്ട്. എൻ്റെ അമ്മയുടെയും
നിഖിലിൻ്റെയും ഇനി ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വരിക, മൈഗ്രൻസിൽ വരിക, രുചിയുള്ള ഭക്ഷണങ്ങൾ, മായമില്ലാത്ത ഭക്ഷണങ്ങൾ ഭംഗി ആസ്വദിക്കുക, രുചിക്കുക, ആസ്വദിച്ച് കഴിക്കുക. എല്ലാ തരം ഫുഡുകളും നിങ്ങൾ കഴിച്ചു നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇവിടെ എല്ലാം സിമ്പിളാണ്. അതുപോലെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കാൻ കൂടി മടിക്കരുത്. ഇനി ഒന്നും കൂടെ ക്രിസ്മസും ന്യൂ ഇയർ ആശംസകളും നേരുന്നു. അഭിപ്രായങ്ങൾ എങ്ങനെ ഇഷ്ടമായോ, ഷെഫിൻ്റെ സ്പെഷ്യൽ ബിരിയാണി എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടല്ലോ, ദം ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ അതിൽ കളറൊന്നും ചേർക്കില്ല അല്ലേ? ഞങ്ങൾ കുറേ ഭാഗത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ രുചി. വെറുതെ പറയുന്ന വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പറയല്ല, നന്നായിട്ടുണ്ട്. എല്ലാ ഭക്ഷണവും ഇങ്ങനെ ഫോട്ടോ എന്നും ഈ രുചി ഉണ്ടാവട്ടെ. ഷെഫ് താങ്ക് യു ഷെഫ്, നല്ല അടിപൊളി രുചിയായിരുന്നു. ഓക്കെ, എല്ലാവിധ ആശംസകളും. സർവീസ് സൂപ്പറായി. ഓരോന്ന് കഴിയുന്തോറും ഓരോന്ന് ടേബിളിലേക്ക് എത്തിച്ചു തരികയാണല്ലോ, അതിൽ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നും അങ്ങനെ പോട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും.